ഞാൻ നിൽക്കുമെങ്കിൽ മറ്റ് സൈറ്റുകാരും നിൽക്കില്ല. അത് അവരല്ല, മെമ്പറാണ് ഇതിന് കട്ടായമായിട്ട് പിടിക്കുന്നത്. എന്നെ ഇതിൽ നിർത്തരുത്. വക്കം ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിയായ വയോധികയ്ക്ക് തൊഴിലിൽ വിലക്കേർപ്പെടുത്തി വാർഡ് മെമ്പറുടെ വക പ്രതികാര നടപടി. വക്കം 1-ാം വാർഡിൽ കൊച്ചുവീട്ടിൽ 78 വയസ്സുള്ള പൂക്കുഞ്ഞ് ബീവിയാണ് വാർഡ് മെമ്പർ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു എന്ന പരാതിയുമായി വക്കം ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും പ്രസിഡന്റിനും പരാതി നൽകിയതിനെ തുടർന്ന് ഇവർക്ക് ജോലി കൊടുക്കണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശവും കൊടുത്തു. വാർഡ് മെമ്പർ മറ്റു തൊഴിലാളികളെയും കൂട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വാർഡ് മെമ്പറുടെ കൂടെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നില്ലെന്ന് അറിയിച്ചു. തുടർന്ന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ പൂക്കുഞ്ഞ് ബീവിക്ക് മാത്രം ഒരു വർക്ക് സൈറ്റ് നൽകി പ്രശ്ന പരിഹാരം കണ്ടു. വാർഡ് മെമ്പറുടെ അധികാര ദുർവിനിയോഗവും കുടുംബശ്രീ വായ്പയുടെ മറവിലുള്ള തട്ടിപ്പിനെ ചോദ്യം ചെയ്തതാണ് തനിക്കെതിരെ പ്രതികാര നടപടിയെന്ന് പൂക്കുഞ്ഞ് ബീവി പറയുന്നു. ജൂൺ 22-ാം തീയതി ജോലി തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഓടി സൈറ്റിൽ വന്ന് ചോദിച്ച് ജോലി തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞ് സൈറ്റിൽ വന്നിട്ട് ഞാൻ ചോദിച്ച്, എന്തിനേ സജിനെ നീ എൻ്റെ പേരിടാഞ്ഞത്? അത് ഞാൻ പേരിട്ട് കൊടുത്തു, പഞ്ചായത്തുകാരാണ് ഇടാഞ്ഞത്. എന്നാ ശരി, ഇത്രയും നീ ചോദിച്ചപ്പോൾ നടന്നല്ലേ. ഞാൻ പഞ്ചായത്ത് എന്നപ്പോൾ പറയണ് ഞാൻ ചീത്ത വിളിച്ചിട്ടാണ് പേരിടാഞ്ഞത്. ഞാൻ ചീത്ത വിളിച്ചെങ്കിൽ ജൂൺ 22-ന് മുമ്പ് പരാതി കൊടുക്കണം. 22-ാം തീയതിയാണ് ജോലി തുടങ്ങിയത്. 22-ാം തീയതിക്ക് ശേഷമാണ് ഞാൻ വഴക്ക് പറഞ്ഞത്. ചീത്ത വിളിച്ചില്ല, വഴക്ക് പറഞ്ഞു. എൻ്റെ പേരിട്ടില്ലെങ്കിൽ മേറ്റ് എന്തുകൊണ്ട് എന്നോട് അറിയിച്ചില്ല? അത് ഞാൻ സൈറ്റിച്ച് സംസാരിച്ചത് ശരിയാണ്. ചീത്തയൊന്നും വിളിച്ചില്ല. അവർ മുൻകരുതലെടുത്തതാണ് ഇതിനകത്ത് എൻ്റെ പേരിടരുത്. അത് നേരത്തെ പറയണമായിരുന്നു, ഞാൻ നിങ്ങളെ പേരിട്ട് കൊടുക്കൂല എന്ന്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് അടിക്കുന്നത്? ഇത് മറത്ത് പഞ്ചായത്തുകാർ എൻ്റെ പേരിട്ട് ഇട്ടപ്പോൾ മെമ്പർ തടുത്ത്, നിങ്ങളാരും പോയി വേല ചെയ്യരുത്, ഞാൻ പറയുന്ന നടക്ക് നിൽക്കണമെന്ന്. ഇപ്പം ഒരാഴ്ച അവർ ചെയ്ത്. ഇപ്പം 29-ാം തീയതിയുടെ മസ്റ്റോളിൽ എനിക്ക് പേരിട്ട്. അപ്പോൾ 29-ാം തീയതി ഞാൻ മരുവെന്നുള്ളതുകൊണ്ട് അപ്പോഴും തടുത്ത്. ഇന്നലെയും കമ്മിറ്റി കൂടി അവസാന തൊഴിലാളികളെ വിളിച്ചിറങ്ങരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പേരുണ്ടല്ലേ മറ്റുള്ള, ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓവർസീറായിട്ട് ഈ ഇട്ടത്തുമ്മ എനിക്ക് വിഷമമാണ്. ഞാൻ പറഞ്ഞു, എന്നെ ആരും ഒന്നും ചെയ്യില്ല, 78 വയസ്സായില്ലേ, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്തോളാം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്ത് വെളുത്തേനെ കൊണ്ട് ഒറ്റയ്ക്ക് നിന്നാണ് ചെയ്യുന്നത്. അല്ല, ഫോട്ടോ എടുത്തതിന് ശേഷം ജോലി ചെയ്യാതെ പോകുന്നതിനെ ചോദ്യം ചെയ്തതിനെയാണ് അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നെ ഒറ്റപ്പെടുത്തിയതെന്നും ഇവർക്ക് കിട്ടേണ്ട തൊഴിൽ ദിനങ്ങൾ ഇല്ലാതാക്കിയതെന്നും ഇവർ പറയുന്നു. മക്കളുടെ ചിലവിൽ കഴിയാതെ ശാരീരിക അസ്വസ്ഥതകൾ മാറ്റിവെച്ച് മണ്ണിൽ പണിയെടുത്തു കിട്ടുന്ന വരുമാനത്തിൽ കഴിയാനാണ് ഇവരുടെ ആഗ്രഹം. ഞാൻ നിൽക്കുമെങ്കിൽ മറ്റ് സൈറ്റുകാരും നിൽക്കില്ല. അത് അവരല്ല, മെമ്പറാണ് ഇതിന് കട്ടായമായിട്ട് പിടിക്കുന്നത്. എന്നെ ഇതിൽ നിർത്തരുത്. എന്നിട്ട് 6 ദിവസം ജോലി ചെയ്ത് അടുത്ത മറ്റുള്ളിൽ പഞ്ചായത്തിൽ നിന്നപ്പോൾ അടുത്ത മറ്റുള്ളിൽ വേല ചെയ്യാൻ ഒരാഴ്ച നിൽക്കാൻ പറഞ്ഞു. അടുത്ത മാസമുള്ളിൽ പേരിട്ടപ്പോൾ ഉടനെ മെമ്പർ ഓവർസീറ വഴക്ക്. ഇന്നലെയും തൊഴിലാളികളെ വിളിച്ച് പറഞ്ഞിട്ട് ഇവരെ മാറ്റിയല്ല, നിങ്ങൾ ജോലിക്ക് ഇറങ്ങരുത്, ജോലിക്ക് ഇറങ്ങാതെ നിൽക്കണമെന്നും പറഞ്ഞ് ഇന്നലെ കമ്മിറ്റി കൂടി. പൂക്കുഞ്ഞ് ബേബിക്ക് ഒരു മകനും മകളുമാണുള്ളത്. രണ്ടുപേരും വിവാഹിതരാണ്. മകൻ വിദേശത്താണെങ്കിലും മകന്റെ വരുമാനത്തിൽ കുട്ടികളുടെ പഠനത്തിനും വീട്ടുചിലവിനും കഷ്ടിച്ച് നടന്നുപോകും. മകന്റെ ഭാര്യയും മക്കളുമാണ് ഇപ്പോൾ പൂക്കുഞ്ഞ് ബേബിക്ക് ഒപ്പം താമസിക്കുന്നത്. ഡാനി, ന്യൂസ് ഡെസ്ക്, വക്കം മീഡിയ.